സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ അക്ഷയ ICUവിലാണ്. അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും അവൾ കണ്ണുകൾ തുറക്കുന്നും കാത്ത അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന അവൾക്ക് കോളേജിൽ പോയി വരാനുള്ള എളുപ്പമാർഗമായിരുന്നു സ്കൂട്ടർ. എന്നാൽ എതിരെ നിയന്ത്രണം വിട്ടുവന്ന ലോറി അവൾ ഇടിച്ചിട്ടു. 2 ദിവസമായി ICUവിൽ തന്നെയാണ് അവൾ. ഗൗതം അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ സംഭവിച്ച ആക്സിഡന്റിൽ പരിക്ക് പറ്റി ICUവിലായതാണ്. കൂട്ടുകാരന് പോറലുകൾ മാത്രമേ ഉള്ളൂ. ഗൗതം കണ്ണുകൾ തുറന്നിട്ടില്ല. അവൻ അക്ഷയ അഡ്മിറ്റായതിന് പിറ്റേന്നാണ് വന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മകളും അടങ്ങുന്നതാണ് അവൻ്റെ കുടുംബം. തനിക്ക് തന്നെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയ സന്തോഷത്തിലാണ് അവനും കൂട്ടുകാരനും യാത്ര പോയത്. 3-ാം ദിവസം അവൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവളുടെ കുടുംബം വളരെയധികം സന്തോഷിച്ചു. എന്നാൽ അവരുടെ സന്തോഷം കണ്ട് ഗൗതമിൻ്റെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടു. കാരണം അവൻ ഇപ്പോഴും മയക്കത്തിലാണ്. ആ അമ്മ വാത്സല്യത്തോടെ അവൻ്റെ നെറുകിൽ തലോടിയത് അവൻ അറിഞ്ഞു. അവനും കണ്ണുകൾ തുറന്നു. അവർക്ക് സന്തോഷമായി. അപ്പോഴേക്ക് ഇരു കുടുംബങ്ങളും തമ്മിൽ വലിയൊരു ബന്ധം തന്നെ ഉടലെടുത്തിരുന്നു. രണ്ടുപേരുടെയും വേഷം ഹോസ്പിറ്റൽ ഡ്രസ് മാത്രമാണ്. കൈയില്ലാത്തതിനാലും ഉള്ളിലൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് അവൾ വല്ലാതെ അസ്വസ്ഥതപ്പെട്ടു. അവരുടെ ഇടയിൽ ഒരു കർട്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അത് വകഞ്ഞു മാറി കിടക്കുകയാണ്. അവളുടെ അസ്വസ്ഥത അവൻ മനസ്സിലാക്കി. അവൾ ചെയ്യുന്ന എന്താണെന്ന് അവൻ കൗതുകത്തോടെ നോക്കി കിടന്നു. ഇരുവരുടെയും വീട്ടുകാർ പുറത്താണ്. അവർക്ക് കാണാൻ സമയപരിധി ഉണ്ടായിരുന്നു. അവൾക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഊരിക്കളയാൻ വരെ അവൾക്ക് തോന്നി. അത്രത്തോളം അവൾ ആ വസ്ത്രം വെറുത്തു. ഇതാദ്യമായിട്ടാണ് കൈയില്ലാത്തൊരു വസ്ത്രം. അവൾ ദേഷ്യത്തോടെ ചുറ്റിനും നോക്കി. അപ്പോഴാണ് അവൾ തന്നെ നോക്കിയെടുക്കുന്ന ഗൗതമിനെ അവൾ കണ്ടത്. അവൾ സ്വയം ഒന്ന് നോക്കി. അപ്പോഴാണ് അവളത് മനസ്സിലാക്കിയത്. കൈഭാഗം കുറച്ച് കയറിയാണ് കിടക്കുന്നതെന്ന്. അവൾ അവനെ തറച്ച് നോക്കി. അവന് കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ അവളെ കുസൃതിയോടെ നോക്കി പുഞ്ചിരിച്ചോട് തിരിഞ്ഞു കിടന്നു. പിന്നീടെപ്പോഴും അവൻ അവളുടെ കളികളും ചിരികളും നോക്കി നിൽക്കുന്ന പതിവായി. എന്നാൽ അവൻ്റെ നോട്ടം മറ്റൊരു രീതിയിലാണെന്ന് അവൾ മെനഞ്ഞെടുത്തു. അവർ റൂമിലേക്ക് മാറിയപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. അതും കൂടെ ആയപ്പോൾ അവൾ അവനെ വെറുത്തു. ഒരു ദിവസം കട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കായിരുന്ന അവളെ തന്നെ അവൻ നോക്കിയിരുന്നു. അവൻ അവളുടെ നേരെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ ഫോൺ എടുത്തു. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ അവനെ ദേഷ്യത്തോടെ തന്നെ നോക്കി. അവനെ നോക്കി അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ അവിടേക്ക് അവിടെ ജോലി ചെയ്യുന്ന സിനി എന്ന നേഴ്സ് വന്നു. അവരവളോട് ഓരോന്നും ചോദിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവളുടെ ടോപ്പ് വയറിൽ നിന്ന് മാറിക്കിടക്കുന്നു അവരവളെ കാണിച്ചു. അവളൊരു ശ്രദ്ധയില്ലാതെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം അവൾ മെനഞ്ഞെടുത്തു. അവൾ വീണ്ടും അവനെ തെറ്റായി മനസ്സിലാക്കി. അവൾക്ക് അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. പിന്നെ അവൾ അവനെ കാണുമ്പോഴെല്ലാം മാന്യമായി ഇരിക്കാനൊക്കെ തുടങ്ങി. അവളുടെ കട്ടായം കണ്ട് അവൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു ദിവസം അവൾ എഴുന്നേൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഗൗതമിൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നു. അവൾക്ക് സന്തോഷമായിരുന്നു. അവൻ സ്വയം പെട്ടുമാറിയെന്നാണ് അവൾ വിചാരിച്ചത്. എന്നാൽ അതല്ല, അവൻ ഡിസ്ചാർജായി പോയതാണെന്ന് സിനി പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. മാത്രമല്ല, അന്ന് അവളുടെ വസ്ത്രം മാറിക്കിടക്കുന്നത് കണ്ട് അവനാണ് സിനിയെ തൻ്റെ അടുത്തേക്ക് അയച്ചതെന്നും അവൾ അറിഞ്ഞു. അവൾക്ക് അവളോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി. മാത്രമല്ല, തന്നോട് തന്നെ അറപ്പും തോന്നി. അവൾ പോലും അറിയാതെ അവൾ അവനെ സ്നേഹിച്ചു. നല്ലൊരു വ്യക്തിയെ താൻ തെറ്റായി കണ്ടതിന് അവൾക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. അവനോട് മാപ്പ് പറയാൻ അവളുടെ ഉള്ള ആഗ്രഹിച്ചു. എന്നാൽ അതിനൊരു മാർഗം അവളുടെ മുമ്പിലില്ലായിരുന്നു. അവളും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ആശുപത്രി മുറി ICU മറഞ്ഞില്ല. അവൾ പോലും അറിയാതെ അവൾ അവനെ സ്നേഹിച്ചു. അവളുടെ അച്ഛനും അമ്മയും അനിയത്തി എപ്പോഴും അവനെക്കുറിച്ച് അവൻ്റെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൻ എത്ര നല്ലവനാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അച്ഛനെയും അമ്മയെയും പെങ്ങളെയും സ്നേഹിക്കുകയും അവരെ കരുതലോടെ താങ്ങുകയും ചെയ്യുന്ന അവനാണെന്ന് അവൾ അറിഞ്ഞു. അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ അന്ന് മുതൽ അവനാണ് ആ കുടുംബം നോക്കുന്നത്. അവൾ അവനെ മനസ്സിൽ ആരാധിച്ചു. അത് പ്രണയമായി മാറാൻ അധികം താമസമില്ലായിരുന്നു. അവൾ അവനെ സ്വപ്നം കാണാൻ തുടങ്ങി. അവൾക്കും മനസ്സിലായി താൻ അവനെ പ്രണയിക്കുന്നു എന്ന്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കോളേജിലെത്തി അവളെ എല്ലാവരും വളഞ്ഞു. അവളുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും സ്വന്തം സീറ്റിലേക്ക് പോയി. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി സാന്ദ്ര അവരുടെ പുതിയ സാറിനെ കുറിച്ച് അവളോട് പറയുന്നത്. റിട്ടയർഡായ റിയാസ് സാറിന് പകരം വന്ന അധ്യാപകൻ സുന്ദരനും സുമുഖനുമാണെന്നൊക്കെ അവൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അത് കേൾക്കാൻ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ പോലും അവളുടെ മനസ്സിൽ അവനായിരുന്നു. പെട്ടെന്ന് പുതിയ സാർ ക്ലാസ്സിലേക്ക് കയറി വന്ന് അവൾ അറിഞ്ഞില്ല. അവൾക്ക് പുതിയ അവതാരത്തെ കാണണമെന്ന് പോലും തോന്നിയില്ല. അവൾ ഗൗതമിൻ്റെ കാര്യം ആലോചിച്ചിരിപ്പാണ്. പെട്ടെന്നാണ് ആരോ തൻ്റെ പേര് വിളിക്കുന്ന അവൾ അറിഞ്ഞത്. അവൾ ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഒരേ സമയം അത്ഭുതവും സന്തോഷവും ചമ്മലും അവൾക്ക് തോന്നി. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവനും അതുതന്നെയായിരുന്നു. താനറിയാതെ തൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെണ്ണ്. ഇനി കാണുകയില്ലെന്ന് വിചാരിച്ച മുഖമിതാ തൻ്റെ മുമ്പിൽ. അവൻ പതിയെ അവൾക്കരികിലേക്ക് വന്നു. അവൾക്ക് അവനെ കണ്ടത് സത്യമാണോ എന്നറിയാതെ അവനെ തന്നെ നോക്കി എഴുന്നേറ്റു. അവൻ അവളുടെ കണ്ണുകളിൽ ഉടയ്ക്കുന്ന സ്വന്തം കണ്ണുകൾ മാറ്റി അവളോട് ചോദിച്ചു, താനെന്തെവിടെ? ഞാനിവിടെ പഠിക്കുന്നേ. അന്ന് കണ്ടതിൽ വെച്ച് വീണ്ടും താൻ മാറിയല്ലോ. വീട്ടിലെ ഫുഡിൻ്റെ ഗുണ. അവനൊന്ന് ചിരിച്ചു. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം അവരെ തന്നെ ഉറ്റുനോക്കുന്ന അവൻ കണ്ട് അവരോടായി പറഞ്ഞു,
ഞങ്ങൾ കുറച്ചുനാൾ ഒന്നിച്ചുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ICUവിൽ. അതും പറഞ്ഞ് അവൻ അവളെ നോക്കി. അവൾ ചമ്മലോടെ കുറ്റബോധത്തോടെ അവനെ നോക്കി. അവൻ അതിനൊരു പുഞ്ചിരിയാണ് സമ്മാനിച്ചത്. പിന്നീട് അവരിരുവരും അവരുടെ പ്രണയം തുറന്നു പറയാൻ അധികം താമസം കാണിച്ചില്ല. അവർ പ്രണയിച്ചു. അതിന് അവരുടെ കോളേജായിരുന്നു സാക്ഷി. എന്നാൽ മറ്റു കുട്ടികളോ അധ്യാപകരോ അവരുടെ പ്രണയം അറിഞ്ഞില്ല. ആ കോളേജിൽ തന്നെയാണ് അവൾ PGക്ക് ചേർന്നത്. അങ്ങനെ 3 വർഷം അവർ പ്രണയിച്ചു. ഒടുവിൽ അവർ ഇരുവരുടെയും പ്രണയം വീട്ടിലറിയിക്കാൻ തീരുമാനിച്ചു. അതിനായി അവർ ഇരുവരും തങ്ങളുടെ കുടുംബങ്ങളെ ഒന്നിച്ചൊരിടത്ത് വരുത്തിച്ചു വിഷയം അവതരിപ്പിച്ചു. എന്നാൽ അവരെല്ലാവരും അതിനൊന്നാകെ എതിർത്തു. അവർ പിരിയണമെന്നാണ് ഇരു കുടുംബങ്ങളും പറഞ്ഞത്. അത് കേട്ട് അവരാകെ തളർന്നു. ഇരുവരുടെയും മുമ്പിൽ അവരുടെ പ്രണയവും സുന്ദര നിമിഷങ്ങളും മിന്നി പറഞ്ഞു. വീട്ടുകാർ പലതും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു. ആരുടെയോ ഫോൺ കോൾ വന്നപ്പോഴാണ് അവരതറിയുന്നത്. ഒരു നിമിഷം പോലും കളയാതെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ICUവിൽ പോകാനാണ് പറഞ്ഞത്. അക്ഷയുടെയും ഗൗതമിന്റെയും കുടുംബം ICUവിലേക്ക് കയറി. അവിടെ ഗൗതമിനെയും അവന്റെ ഇടതുവശത്തായി അവന്റെ കിടക്കയോടടുത്ത കിടക്കയിൽ കിടക്കുന്ന അക്ഷയും കണ്ട് അവർ ദേഷ്യത്തോടെ അവർക്കരികിലേക്ക് വന്നു. എന്ത് ഭ്രാന്താ മക്കളെ നിങ്ങളെ കാണിച്ച്? നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരി നിൽക്കുമോ? അവർ പറയുന്നു അവർക്കിരുവർക്കും മനസ്സിലായില്ല. അവർ പറഞ്ഞു തുടങ്ങി. അന്ന് ആശുപത്രിയിലെ ഇരുവരുടെയും കുടുംബത്തിന്റെ സൗഹൃദം അതിനുശേഷവും അക്ഷയും ഗൗതം അറിയാതെ മുന്നോട്ട് പോയിരുന്നു. ഇരു കുടുംബങ്ങൾ അവരുടെ കല്യാണം നടക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അവരത് വന്ന് പറഞ്ഞപ്പോൾ പിരിമോ എന്നറിയാൻ വേണ്ടിയാണ്, എത്രത്തോളം ദൃഢമായ ബന്ധമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ ബന്ധത്തെ എല്ലാവരും എതിർത്തത്. ഇത്രയും നാളായിട്ട് അവർ പിരിയാതെ വന്നപ്പോൾ ഇരു കുടുംബങ്ങളും മനസ്സിലാക്കി അവരുടെ സ്നേഹം. അക്ഷയ്ക്ക് അവനെയും ഗൗതമിന് അവളെയും മറക്കാനാവില്ലെന്ന്, പിരിയാനാവില്ലെന്ന്. അത് കേട്ട് അവരുടെ കാതുകൾ അവർ വിശ്വസിച്ചില്ല. എന്നാൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളുടെ കരങ്ങൾ കവർന്നു. അവളുടെ വലം കൈ അവൻ്റെ ഇടം കൈയിൽ അവൻ കോർത്തു പിടിച്ചു. അവൾ തൻ്റേത് മാത്രമാണെന്ന അർത്ഥത്തിൽ. ഇന്നും അവളുടെ വലത് കൈ അവൻ്റെ ഇടത് കൈയിൽ കോർത്ത് തന്നെയാണ്. അവൾ തൻ്റെ സ്വന്തം എന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ്റെ പേരിലുള്ള താലി അവൻ ചാർത്തി. അവളുടെ സിന്ദൂര രേഖ അവൻ ചുമപ്പിച്ച് അവൻ അവളെ തൻ്റെ ജീവിത പങ്കാളിയാക്കി. അവൻ്റെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുമ്പോൾ അവളുടെ മനസ്സിലും തൻ്റെ പ്രാണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലും ആ ICU മുറിയായിരുന്നു. തങ്ങളെ പ്രണയിതാക്കളാക്കിയ അവരെ ഒന്നിപ്പിച്ച ആ ICU മുറി.